ബാസ്കറ്റ് കൊട്ടയിലാണ് പോലും നീ ഷഡ്ഡി കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്നില്ലടാ. എടാ പുണ്ടച്ചി മോനെ, നിന്റെ ഷഡ്ഡിക്ക് എത്ര പ്രാവശ്യം കൈ കൊണ്ട് എടുത്തിട്ടുണ്ടാ? അതിന്റെ ഒരു ഉളുപ്പുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പറയാൻ നിനക്ക് എന്താടാ മടി, എന്താടാ മടി? ഇന്നേ വരെ ഞാൻ നിന്റെ മുഖത്തോക്കി പറഞ്ഞു, നീ എന്താ പറഞ്ഞ എന്റെ കണ്ണിൽ നോക്കാൻ ധൈര്യപ്പെടില്ല. നിന്റെ കണ്ണിൽ തന്നെടാ നോക്കുന്നത്. ഇത് എന്ന് നീ കാണുന്നുണ്ടോ അന്ന് ഞാൻ നിന്റെ കണ്ണിൽ നോക്കുന്നത്. എന്താടാ നീ എന്താ മറ്റേതാന്ന് വിചാരിച്ചടാ? കാണട്ടെ എല്ലാവരും. ഇതാ മമ്മു ഞാനും, ഞമ്മക്കാണ് ഇതിന്റെ ഡ്യൂട്ടി ഉണ്ടാവുക. മമ്മു ഞാനും മോനെ. എന്തേ 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 എടാ ഞാൻ പറഞ്ഞില്ലടാ, ഇനിയെങ്കിലും ഇനി നാളെ ഇവൻ എന്തൊക്കെ കൊണ്ടാ വരികയെന്ന് എനിക്കറിയില്ല. പക്ഷെ നീയാതെ ഇന്നില്ലെങ്കിൽ നാളെ നീ എന്താ പറഞ്ഞത്? കർമ്മ വൺ ഡേ. എടാ ഫുണ്ടേ കർമ്മ എന്നുള്ള സാധനം ഈ ലോകത്തുണ്ടെങ്കിൽ എടാ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരടാ ഞാൻ. അതുകൊണ്ടാണ് ഈ സാധനം അടിക്കാണ്ടും എനിക്കെന്താ നീ എന്താ മണ്ടനാന്ന് വിചാരിച്ചാ ഈ കഞ്ചാവ് അടിക്കാണ്ടും കള്ളു കുടിക്കാണ്ടും ഈ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടും ഞാൻ എന്ത് എടാ ഇതൊക്കെ നമുക്ക് വേണ്ട, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒന്നും ലഹരികളിൽ എന്നിട്ട് അങ്ങനത്തെ എല്ലാ പൂറത്തരും നീ ചെയ്ത് നീ മറ്റെന്തോ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനത്തിൽ കെമിക്കൽ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കലും നീ കഞ്ചാവ് അടിക്കലും. ഇൻഫ്ലുവൻസർ, അതായത് ഇപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ട് ഒരു ഇൻഫ്ലുവൻസർ ഉൾപ്പെടെ, അയാളെ പേര് ഞാൻ പറയുന്നില്ല, ആ ഇൻഫ്ലുവൻസർ ഉൾപ്പെടെ ഒരു ഇനാഗുറേഷന് പോയ സമയത്ത് ഇവനും ഇൻഫ്ലുവൻസറും പിന്നെ ഇതും ഞാൻ പറയുന്നില്ല, ഇവർ മൂന്നാളും കൂടി ഈ സാധനം അടിക്കാൻ പോയതുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പ്രൂഫ് ഡേറ്റോ ഡേറ്റ് എന്താ പറയുക, ഇതൊന്നും ഐഫോണുള്ള സമയത്ത്, ഐഫോണൊക്കെ നമ്മൾ ഈ അടുത്ത് ആണ് എടുത്തത്. അപ്പം അതുകൊണ്ട് ഡേറ്റ് ഇതിപ്പോൾ എല്ലാം ടെലിഗ്രാമിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ വെളുപ്പിക്കുമോ എന്താണെന്നോ ഒന്നും അറിയില്ല. പിന്നെ ജാസി ഒരു കുണ്ടനല്ല, ഒരു കള്ളുകൂടിയനല്ല, കഞ്ചാവടിയനല്ല, ഒന്നുമല്ല. എന്തെങ്കിലും പ്രൂഫ് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കുന്ന എല്ലാവർക്കും, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ, കഞ്ചാവടിയനല്ല, കള്ളുകൂടിയനല്ല, സിഗരറ്റ് വലിക്കലില്ല, പിന്നെ അതുപോലെ തന്നെ കുണ്ടനടിക്കലില്ല, പിന്നെ വേറെന്താ അലിഗേഷൻ, പിന്നെ വേറെന്താ പിന്നെ പ്രൊമോഷൻ ഞാൻ പറഞ്ഞു 2-3 പ്രൊമോഷൻ പെൻഡിങ്ങിലുണ്ട്. പിന്നൊരു കാര്യം പറയാണ്ട്, ഇതൊന്നുമല്ല, ഇത് തെളിയിക്കുന്ന ആൾക്കാർക്ക് 2-3 പ്രൊമോഷൻ പെൻഡിങ്ങിലുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞല്ലോ. ഈ ഐഫോൺ എടുത്തോ, ഇത് കഷ്ടപ്പെട്ട് ആകെ ഐഫോൺ ഇപ്പോൾ കൈമലുള്ളൂ. എൻ്റെ അടുത്തുള്ള മാക് ബുക്കും ക്യാമറയും വിറ്റ് തുലച്ചിട്ടും സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് എടുത്തു ഐഫോൺ എടുത്തോ. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ഡിക്ലറേഷൻ. പിന്നെ റാംബോൻ്റെ അച്ചാറ്, റാംബോക്ക് ബീഫ് അച്ചാറ് കൊടുത്ത ബ്രാൻഡ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ ദയവ് ചെയ്തിട്ട് അവർ ആ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തരണം. 3-4 മാസം നിനക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ബീഫ് അച്ചാറ് കൊടുത്തിട്ട് ഒരു പ്രൊമോഷൻ ടീം ബീഫ് അച്ചാറ് കൊടുത്തിട്ട് വീഡിയോ ഇട്ടില്ലടാ. ഇവനക്ക് എത്ര തെറിവിളിയും കാര്യങ്ങളും അവർ വിളിച്ച് ചൂടായി. നിയാദ് വരെ അതിൻ്റെ ഇടയിൽ ഇടപെട്ട് അതിൻ്റെ ഇടയിൽ. അതായത് നിയാദ് പറഞ്ഞു ഞാൻ ചെയ്തോളൂ, ലൈവ് ചെയ്തോളൂ എന്ന്. ലൈവിലും ചെയ്തില്ല. എത്ര ആൾക്കാരെ പറ്റിച്ചടാ നിയാദ് നീ. പിന്നെ റാംബോ ഈ അടുത്തൊരു മെസ്സേജ് എനിക്ക് സത്യം പറഞ്ഞത് എല്ലാം കൂടി എടുത്ത് കാണിക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അടുത്തതിൽ വേണം ഇത് കാണിച്ചു തരാം. റാംബോ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാത്ത ഒരു ഫ്രീ ഫയർ അക്കൗണ്ടിൻ്റെ ഇതെൻ്റെ അടുത്തുണ്ട്. ഞാൻ 2-3 ഫ്രീ ഫയർ അക്കൗണ്ടിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഈ സ്പെക്സിൻ്റെ ഇങ്ങനത്തെയൊക്കെ ചെയ്ത് കൊടുക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ മക്കളെ എല്ലാവർക്കും ജാസി ചെയ്തു തരും. പിന്നെ ഇൻ കേസ് നിങ്ങൾക്കൊരു 3 ആണെങ്കിൽ 3 ജാസി ഇട്ട് തരും. ഇനി പൈസ വേണമെങ്കിൽ പൈസ തരും. 5ൻ്റെ പൈസ അവിടുന്ന് കിട്ടാത്തോ നിങ്ങളോട് പറയാൻ പറ്റൂലല്ലോ. നീ അതെ മൂമ്പിച്ചിട്ട് മൂഞ്ചിട്ടോ ഞാനുള്ളത് ഇങ്ങനെ പൈസ ഇല്ലാന്ന് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ മുമ്പിപ്പോയത്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അടിപൊളിയാക്കാൻ നോക്കും. പിന്നെ ഇതുകൊണ്ട് ഇവിടെ നിർത്തുന്നൊന്നും നീ വിചാരിക്കണ്ട കേട്ടാ. നേരത്തെ ഇവൻ പറഞ്ഞ പോലെ തന്നെ തെറ്റ് ശരിയും തമ്മിലുള്ള യുദ്ധമല്ല ഇത് യുദ്ധം ഏതാണെന്നറിയാം? എന്തേനും വലിയ തെറ്റും ചെറിയ തെറ്റും തമ്മിലുള്ള പരിപാടിയാണ്. അതുകൊണ്ട് കഞ്ചാവാണ് ഡ്രഗാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരുത്ത പരിപാടി എടുത്ത് വരില്ല. നീ ഊമ്പും വൺ ഡേ എന്നുള്ള ഫുണ്ടേ നീ ഒരു ദിവസം എന്തായാലും ഊമ്പും. ഇവൻ്റെ ഇതും കൂടി പറഞ്ഞതല്ലേ, ഇവൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലേ. ഇവൻ്റെ ഫോർട്ടൂണർ എനിക്ക് ഒന്ന് ഒരു 6 ലക്ഷം അങ്ങനെ എന്തോ ഉള്ളൂ, കറക്റ്റ് എനിക്കറിയില്ല. നമ്മൾ എത്രത്തോളം ഞാൻ കഞ്ചാവ് അടിക്കാത്ത സിഗരറ്റ് അടിക്കാത്ത തന്നെ കഞ്ചാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നത്. ആ BMW എനിക്ക് ഒന്ന് എത്രയാ ഒരു 20 ലക്ഷമോ അങ്ങനെ എന്തോ ഉള്ളു. നമ്മൾ പുറമെ 1.5 കോടി എന്നൊക്കെയാണ് പറയുന്നേക്കുന്നത്, അത്ര എന്തോ ഉള്ളൂ. പിന്നെ ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ചിലവാണല്ലോ അവിടെ. 6 മാസം അടുത്ത് ഫുഡ് ഉണ്ടാക്കിയ ഞാനടാ. മിക്കവാറും പരിപ്പ് കറിയും സാമ്പാറും പിന്നെ എന്താ പറയുക മീൻ പൊരിച്ചതും ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ എത്ര റുപ്യ ആവുമെന്ന് അറിയാം എനിക്ക്. സുരൈകാരി 1 കിലോക്ക് 43 റുപ്യ. ഇപ്പം 50 റുപ്യ എന്തോ ആയിട്ടുണ്ടോ, 50 റുപ്യ. അതായത് 8-10 ആക്ക് വെക്കാൻ അത് മതി. പിന്നെ പരിപ്പും സാമ്പാറാണ് വെക്കുന്നെങ്കിൽ ഒരു 100 റുപ്യ ആവും.
പിന്നെ അതുപോലെ തന്നെ ആ ദിവസം എന്തെങ്കിലും ബുൾസയ്യ അങ്ങനെ എന്തെങ്കിലും ഒരു 5-6 മുട്ട മേടിക്കും. എന്നിട്ട് അതിനെന്തെങ്കിലും കൂടി കുറച്ച് ഏറ്റവും ചുരുക്കി ഒരു 300 അവിടെ ഒരു 10 ആൾ കഴിക്കുന്ന ഫുഡിന് വരുത്തുള്ളൂ. പിന്നെ 2 മെസ്സ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് അറിയാം എനിക്ക്. അവിടെ 2 എപ്പോൾ ഒരേപോലെ ഓനക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മീൻ പൊരിച്ചതും ചിക്കനൊക്കെ കൂടുതൽ വേണം. അത് കിട്ടിയില്ലെങ്കിൽ അപ്പം വിളിക്കും, ജാസി എന്താ എന്നോട് മാറ്റി വെക്കാൻ പറഞ്ഞതല്ല അതല്ല ഇതെല്ലാം പറയും. പിന്നെ എപ്പോഴും ലൈവ് കഴിഞ്ഞാൽ നമുക്കും സത്യം പറഞ്ഞാൽ വിശക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ സ്വിഗ്ഗിയിൽ നിന്നും സൊമാറ്റോയിൽ നിന്നെല്ലാം ഫ്രഞ്ച്, അതായത് ഫ്രൈഡും മറ്റേതും മറിച്ചതും എല്ലാം ഇവർക്ക് മാത്രം. ഇവൻ അവിടെ വന്നിട്ട് ഇവൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ തിന്നും. എന്നിട്ട് അവിടെ വിഷമം അവിടെ ചില സമയത്ത് എന്നിട്ട് പുറത്ത് പോകുന്ന ആ ഡൈനിങ് ഹാളിൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ താഴെ വരുന്ന സമയത്തുണ്ടാവും അവിടെ ഒരു അതും ഇന്നവരെ ഒരു വേസ്റ്റ് ഓട്ടെ പോയി ഇട്ടിട്ടില്ല. ഓൻ എന്താക്കും അതിൻ്റെ ഓൻ്റെ എല്ലും കാര്യങ്ങളൊക്കെ അവിടെ വെക്കും. എന്നിട്ട് അറിയും ആയിക്കൂടി പോന്നാണ്ടാ പറയും ആ ജാസ് ചെയ്തെടുത്ത് അവിടെ കൊണ്ടുപോയിടും. എടാ നിന്റെ പ്ലേറ്റിൻ്റെ എച്ചിൽ നീ ഇന്നവരെ കഴിക്കണടാ ഡാഷ് മോനെ. അതൊക്കെ ഞാനല്ലേ കേൾക്കല്. അത് പോട്ടെന്ന് വിചാരിക്കാം അവിടെ എന്തെങ്കിലും മറ്റേ കുറെ ഫെയിമാക്കി. എടാ ഇവനെ ഫെയിമാക്കി തന്നില്ല, അതൊന്നും നമ്മൾ ഇല്ലാന്നോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവൻ ഫെയിമാക്കി തന്നില്ലടാ, അതിന് ഉപകാരമുണ്ട്. പക്ഷെ ഫെയിമാക്കി തന്നു 24 മണിക്കൂർ ഫെയിമാക്കി തന്നല്ലോ. അതുകൊണ്ട് നിന്നെ പേരിൽ ഈ കുതിര കയറാനും നിനക്ക് പൈസ തരാണ്ട് കണ്ടിട്ടും നിന്നെ ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ആ വീട് നിന്നവരെ കണ്ണിൽ നോക്കിയിട്ട് പോലും സംസാരിക്കാത്ത ഞാനാടാ. ഇത് ഇന്ന് എനിക്ക് നിന്നോട് പറഞ്ഞിട്ടില്ല, നാളെ പറയാൻ പറ്റൂലടാ ഫുണ്ടേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് കുറെ ബന്ധങ്ങളും കാര്യങ്ങളും കുറെ ആൾക്കാർ അടിക്കാനൊക്കെ വിടുന്ന. എടാ ഇനി കൊന്നാലും പ്രശ്നമില്ലടാ, ചത്തോട്ടെ. ചത്തോട്ടെ, എനിക്ക് വലിയ സീനൊന്നുമില്ല, ചത്തോട്ടെ. പക്ഷെ എന്തെങ്കിലും തെളിവ് എനിക്കെതിരെ നാളെ വരും. നീ അതെ ഇത്ര പറയാനുള്ള കാര്യങ്ങൾ, ബാക്കി എന്താ വെച്ചാൽ നിങ്ങൾ നോക്കി ചെയ്യ്. ഇനി ഞാൻ പറഞ്ഞല്ലോ എനിക്കെതിരെയുള്ള കഞ്ചാവ് അടിച്ച് ഞാൻ വേറെന്താ പ്രൊഡ്യൂസർ നല്ല മനുഷ്യനാടാ. ആ പ്രൊഡ്യൂസർ നല്ല മനുഷ്യനാ. കാരണം ഞാൻ പറഞ്ഞില്ലേ 50,000 രൂപ സത്യം പറഞ്ഞാൽ നിങ്ങളൊരിക്കും എന്തിനാ ജാസ്തി 50,000 മേടിച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ ആകെ നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് കിട്ടിയ സൈജു കുറുപ്പ് ഷർട്ടിൻ്റെ ഒരു പ്രൊമോഷൻ 30,000 രൂപ. അത് ചിലപ്പോൾ നിങ്ങൾ പറയും അതിന് 30,000 കിട്ടിയെന്ന് അറിഞ്ഞല്ലോ. നമ്മൾ എല്ലാത്തിനും കിട്ടി. ഈ ജീവിതത്തിൽ ആദ്യം ഏറ്റവും വലിയൊരു പൈസ കിട്ടിയ അതിനാ 30,000 രൂപ. അതെപ്പോൾ കിട്ടിയെന്നറിയാം, ഈ ഗ്യാങ് ഹൗസ് എന്ന് ഇറങ്ങിയതിൻ്റെ ശേഷമാണ് ഈ പ്രൊമോഷൻ നമ്മൾ ചെയ്തത്. അത് അന്ന് നീ അതിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കുകയാണ് ഈ പ്രൊമോഷൻ്റെ പൈസ നമുക്ക് കിട്ടിയതെങ്കിൽ 30,000 പോയിട്ട് ഒരു 5,000 രൂപ പോലും ഈ കീശയിൽ പോകില്ല. എടാ ഫുണ്ടേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതൊന്നും ഇങ്ങനെ പിടിക്കും മുത്തേ, ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തടാ. കേടാ നിനക്ക് ടോട്ടലി എത്ര റുപ്യ ആ ഗൂഗിൾ പേയിൽ ഉണ്ടാവും? ഏകദേശം പറഞ്ഞു നിനക്ക് എത്ര റുപ്യ ആ ഗൂഗിൾ പേ മൊത്തം വന്നു? അങ്ങനെ കാണിച്ചത് മാത്രം കൂട്ടി അങ്ങനെ പറഞ്ഞു എത്ര വന്നു? 84. ഒരു 90 ഇടാം നമുക്ക്. ഒരു 90,000 രൂപ ഇല്ലെങ്കിൽ ഒരു 1,00,000 രൂപ മൊത്തം നീവനക്ക് ക്യാഷ് എറിഞ്ഞു കൊടുത്തിനു. ഒരു എന്തടാ മമ്മു കുറെ ക്യാഷ് നിന്റെ മുഖത്ത് എറിഞ്ഞെന്നില്ലടാ, അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണമെന്നുണ്ടല്ലേ. 1,00,000 ഹരിക്കണം. 1,00,000 ഹരിക്കണം. നീ എത്ര ദിവസം അവിടെ നിന്ന്? അല്ല എത്ര വർഷം? 2.5 കൊല്ലം. 2.5 കൊല്ലം. ഒരു 200 2.5 കൊല്ലം എന്ന് പറയുമ്പോൾ 2.5 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉണ്ടാവൂടാ? 2.5 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉണ്ടാവും? അല്ല 325 600 ഒരു 700 എത്ര ദിവസം ഉണ്ടാവൂടാ? 2.5 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉണ്ടാവും? ഞാൻ കാൽക്കുലേറ്ററിൽ ഇതിങ്ങനെ ഇതാക്കി വെച്ചിട്ടാണ്. 2.5 കൊല്ലം എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, 2 വർഷം കൂടെ 1/2 കൊല്ലം നീ തൊള്ളയിലിട്ടോ. 2.5 കൊല്ലം 325 ഒരു 600 ഒരു 650 ദിവസം കൂട്ടാം. 1,00,000 ഹരിക്കണം 650 153 റുപ്യ. എടാ ഉളുപ്പുണ്ടാ കോടികളെ സ്വത്ത് 700 ഇതാ. ഓക്കെ, അപ്പൊ ഞാൻ എത്ര ആക്കിയത് 650 അല്ല അടിച്ചേ. ഇനി 90 അടിക്കുകയാണെ പറയണ്ട. 90 അടിക്കുകയാണെ പറയണ്ട. 150 റുപ്യയുടെ മമ്മൂന് ഒരു ദിവസം അവിടെ നിന്ന് കിട്ടി നിന്നിട്ട് ക്യാഷ് എറിഞ്ഞു കൊടുത്തോലും. എടാ ഞാൻ നിനക്ക് എത്ര റുപ്യ നിന്നിട്ട് കണക്കുണ്ടാ? 35 ലക്ഷം നിന്റെ മുഖത്ത് ഞാൻ എറിഞ്ഞു തന്നില്ലടാ. 35 ലക്ഷം നിന്റെ മുഖത്ത് ഞാൻ എറിഞ്ഞു തന്നില്ലടാ എന്ന് പറയാൻ എനിക്ക് അറിയാറ്റാ. എടാ പ്രൂഫിന്റെ 1 ഡേ എന്ന് പറയുന്ന ഫുണ്ടേ പ്രൂഫ് ഉണ്ടോടാ? എനിക്കെതിരെ നിനക്ക് ആകെ കൊണ്ടുവരാൻ പറ്റുന്ന പ്രൊമോഷൻസിന്റെ കാര്യങ്ങളാ. എടാ ഞാൻ ഏതെങ്കിലും പെണ്ണിന് വയറ്റിലുണ്ടായിക്കോട്ടെ എനിക്ക് പറയാൻ പറ്റൂടാ. എടാ ജാസി അതിന് ക്ലീനാടാ, കേട്ടാ. എന്റെ ഉമ്മ വളർത്തിയതാ. 5ാം ക്ലാസ് മുതൽ ഞാൻ പോകുന്നുണ്ട്. എടാന്നറിയാ നന്ദി ദാറുസലാം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ എന്റെ ഡിഗ്രി അടക്കാർന്ന് കഴിഞ്ഞത്. അല്ല സോറി, ഒരു കാര്യം കൂടി എന്തായാലും ഡിക്ലെയർ ചെയ്യാം. എനിക്ക് ഡിഗ്രി ഇല്ല. ഈ ഫുണ്ടച്ചിമോ എന്നോട് പറഞ്ഞിട്ടില്ലാത്ത കഥ ഉണ്ടാക്കിയ. എടാ എനിക്ക് ബി എ ഉണ്ട്, ലിറ്ററേച്ചർ ഇംഗ്ലീഷിലുണ്ട്. ഒരു ഡാഷും എനിക്കില്ല. ഇനിയെങ്കിലും ഫ്രീ ആയിട്ട് ജീവിക്കാം എനിക്ക്. ഇവൻ പറഞ്ഞേ ഷാജഹാന്റെ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ പോരെ മുത്തേ. പ്രൂഫും കോപ്പും ഒന്നും നമ്മളെ കൈമല്ല. ഈ കുറച്ചുള്ള കാര്യങ്ങൾ എക്സ്ക്ലൂസീവായി നമ്മൾ എന്തായി കഴിഞ്ഞാലും അത് അത്രയും ഡാർക്കുള്ള സാധനങ്ങൾ അത് നമ്മൾ ഇട്ടോളൂ. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇല്ല. ഇനിയെങ്കിലും എനിക്ക് ദയവ് ചെയ്തിട്ട് ആൾക്കാർ മുമ്പിൽ പറയുമ്പോൾ വൃത്തിക്ക് പറയാലോ, നീ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലേ ഇടയ്ക്ക് നീ അതെന്ന് പറയുന്ന ഓൻ പറഞ്ഞിട്ടാടാ. നിങ്ങളടക്കം ഇവനെ കൺവിൻസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് അറിയാം എൻ്റെ മുത്തേ. എന്നോട് പറഞ്ഞു ജാസി
ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ 2 കൊല്ലം ഞാൻ ഫസ്റ്റ് ഒരു ബിസിനസ് ചെയ്ത് ഊമ്പി ഒരു മൈലേജ് എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ് ഡയറക്റ്റ് സെല്ലിങ് അത് ഊമ്പി ഒരു 5-6 ലക്ഷം 8 ലക്ഷം റുപ്യ അടുത്ത് കടായി. അതിൻ്റെ ശേഷം 2 കൊല്ലം ഞാൻ എന്താക്കി യൂട്യൂബിൽ എടാ ഞാൻ പണിയെടുത്തിനടാ, ഞാൻ വെറുതെ കയറി വന്നൊന്നല്ല. നിങ്ങൾ എന്നെ മെൻഷൻ ചെയ്ത് അയച്ചിട്ടില്ലേ, അതിനെന്താ എടാ നിങ്ങൾ തന്നെ അയച്ചതും നിങ്ങൾ തന്നെയാണ് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇത്ര ഓപ്പണായിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് നിയാദ് എന്ന് പറയുന്ന തൊപ്പിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയോ, എന്നെ മെൻഷൻ ചെയ്ത് നിയാദിൻ്റെ അടുത്ത് എത്തിച്ചതും തൊപ്പി എന്ന് പറയുന്ന ആ ഒരു ഐഷോ സ്പീഡിനെ കോപ്പി ചെയ്തിട്ട് VR വെച്ച് വാണം വിട്ടോനെ വൈറലാക്കിയതും നിക്ക് വാണം വിട്ടതും നിക്ക് എല്ലാം ഞാൻ പറഞ്ഞുതരാം. എല്ലാം ഞാൻ അതിനുശേഷം നിന്റെ മുടി മുറിച്ച് ഇമോഷൻ വെച്ചിട്ടാ. ഇവന്റെ വേറൊരു കാര്യം ഉണ്ടാ, ഇവൻ ഇടുന്ന ടീഷർട്ട് മുടി മുറിക്കുന്നല്ല ആ ലൈവ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിലിരുന്ന ടീഷർട്ട് ഉണ്ട്. ഈ ടീഷർട്ടിന് ഓൻ പറയുന്ന പേരെന്താ അറിയോ, ഡിപ്രഷൻ ടീഷർട്ട്. ഡിപ്രഷൻ കൺവിൻസിങ് ടീഷർട്ട്. എന്താണെന്നറിയോ, ആ ടീഷർട്ട് അതായത് വിഷമം പറയുന്ന ഏതൊക്കെ ലൈവിൽ ഓൺ ആ ടീഷർട്ട് ഇട്ട് വരും. ആ ടീഷർട്ട് നമ്മൾ പേടിച്ചു പോയി. കാരണം ഞാൻ ഇന്നലെ ഇട്ട ഈ വീഡിയോ അല്ലേ, അതിലടക്കം ആ ടീഷർട്ട് ഇട്ട് വരുമെന്ന് പേടിച്ചു പോയി. ആ ടീഷർട്ട് ഇട്ടിട്ട് ഓൻ ആ ചെയറിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞല്ലേ, അത് കണ്ടാൽ തന്നെ നിങ്ങൾ കൺവിൻസ് ആവും. ഇങ്ങനെ ഒരു മുഖമാക്കിയിട്ട് ഒരു ഇരുത്തുണ്ടോ എൻ്റെ കുറച്ച് നേരം മിണ്ടാണെന്നിട്ടല്ലോ, അതിൽ തന്നെ കൺവിൻസ് ആവും. ഇങ്ങനെ കുറേ സ്ട്രാറ്റജികൾ ഉണ്ടാ. എന്നോട് പറഞ്ഞു ജാസി നീ എന്താക്കണോ, നീ പിന്നെ ആടെ ഒരു പണിയെടുത്തൊന്നും പറയരുത്, അല്ല നീ 2 കൊല്ലം യൂട്യൂബ് ചെയ്തൊന്നും പറയരുത്, നീ ലിറ്ററേച്ചറാന്ന് പറയണം. നീ അതാ എത്രയും വലിയ സ്റ്റേജിൽ നിൽക്കുന്നവന് നീ ഈ താഴേക്ക് അടങ്ങി വന്നിട്ട് ഈ പണിയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ കൺവിൻസ് ആവും. ഷമീറിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ ഷമീർ CA അല്ലല്ലോ, എടാ ഇവൻ അക്കൗണ്ടിങ് ആടാ, ഈ ഷമീർ അക്കൗണ്ടിങ് ആടാ, ഇവൻ അക്കൗണ്ടിങ്. എന്നിട്ട് പറഞ്ഞു നീ CA എന്ന് പറയണം. നീ CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇതാവും. എന്നിട്ട് ഇനി നാളെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരും. എന്തെന്നറിയോ, ഇതൊക്കെ നിങ്ങളെ കൺവിൻസ് ചെയ്യാനാടാ. ജാസി TV പൊട്ടിച്ചത് എന്തിനാച്ചാ ജാസിനെ കയറ്റിക്കൊണ്ടുവരാനാടാ, അല്ലാണ്ട് ഞാൻ നിങ്ങളെ പറ്റിച്ചതല്ല. സ്പിൻ വീല് കറങ്ങിയിട്ട് ഷഡ്ഡിൽ തന്നെ ഡാൻസ് കളിക്കണമെന്ന് ഷമീറിനെ ഞാൻ ആ ഡാൻസ് കളിപ്പിച്ചത് എന്തിനാണെന്നറിയോടാ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷമീറിനെ കയറ്റിക്കൊണ്ടുവരാനാടാ. എടാ ഷമീറിനെ കയറ്റാനല്ല, ഞാൻ അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ എൻ്റെ ഷാജഹാ മുത്തേ, ഈ കേരളത്തിലൊരു ആൺകുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ പേര് പറയണം. എന്താണെന്നറിയോ, റാംബോ എന്ന് പറയുന്ന നിങ്ങൾ കാണുന്ന അടൂരിൽ ഒരു അഡിക്ട് സീൻ ഉണ്ടായ സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ആ റാംബോ എന്ന് പറയുന്ന അതിൻ്റെ CCTV ഫോട്ടോ എൻ്റെ കോമഡി ആവുന്നു. ആ അടൂരിൽ നിന്ന് ഇറങ്ങി ഓടിയ റാംബോ, ഈ റാംബോ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ പേടിത്തൂടിയടാ. ഇവനിപ്പോൾ ഇനി മാസം കാണിക്കേണ്ടിയിട്ട് ലൈവ് ഇട്ടിട്ട് എൻ്റെ വീടിന് മുമ്പിൽ വന്നിട്ട്, കാരണം ഞാൻ എന്നെ അടിക്കാലോ, ഞാൻ MMA-ക്കും ഗുസ്തിക്കെല്ലാം പോകുന്നുണ്ടാ പുണ്ടച്ച് മോനെ, എൻ്റെ ഒരു കംബാക്കും കൂടി കുറച്ചുണ്ട്, ഞാൻ 6 ബാക്കെല്ലാം എന്നിട്ട് ഇടിക്കൂട്ട് നമുക്ക് അടി ഉണ്ടാക്കാം കേട്ടാ. നിനക്കുള്ളെല്ലാം ഞാൻ തരാണ്ട്, എൻ്റെ കുറേ പണി വിട്ടിട്ട് അടിച്ച് വിട്ടിട്ടുണ്ടല്ലോ, നിനക്കെല്ലാം ഞാൻ തരൂടാ. നീ നാളെ കൂട്ടി വരരുത്. അന്ന് ഞാൻ എൻ്റെ ബോഡി സെറ്റായിട്ട് അതാണല്ലോ ഈക്വല്. കാരണം വെച്ചാൽ നിൻ്റെ എൻ്റെ ബോഡി സെറ്റായിട്ട് സ്റ്റാമിന നല്ല പവറുള്ള സമയത്ത് ഞാൻ ചെറുതിനെ അടിച്ചിരുന്നോണല്ല കാട്ടത്തെ രാജാവ്. കാട്ടത്തെ രാജാവ് ചേർത്ത് ആനയും കുതിരനെയും ചീറ്റപ്പൂരിനെയും എല്ലാത്തിനും അടിച്ചിട്ട് അവിടെ രാജാവായിട്ട് വാങ്ങുവാനാണ് രാജാവ് കേട്ടാ. അതുകൊണ്ട് ഞാനും എനിക്ക് കുറച്ച് ടൈമാ എന്നിട്ട് ഞാനും വരും നിന്നോട് മുട്ടാൻ. ഷാജഹാൻ്റെ കോൺട്രവേഴ്സി സമയത്ത് ഷാജഹാൻ വീട്ടിൽ വന്നല്ലോ, അവിടെ നടന്ന സീൻ എന്താണെന്നറിയോ, അതിൻ്റെ പിറ്റേ ദിവസത്തെ സീനും കൂടി ഞാൻ പറയാം. ഞാൻ പിറ്റേ ദിവസം എന്താക്കി, ഞാൻ ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്. എന്തിനോ എനിക്കറിയില്ല, സൂപ്പർ മാർക്കറ്റിൽ പോയി. നമ്മളെ കാരമൽ ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞ സുരേഖ അരി എന്താ എന്നോട് റാംബോ എന്താ പോകുന്നത്, എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു അവിടെ അരിയും കാര്യങ്ങളൊക്കെ മേടിക്കണോ, എത്ര റുപ്യാവും? ഞാൻ പറഞ്ഞു ഒരു 300-350 റുപ്യാവും. പിന്നെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു ക്രീം ബിസ്ക്കറ്റും കൂടി വാങ്ങും. എന്ത് ഇവൻക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, ക്രീം ബിസ്ക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു ആ ഇതിന്റെ പേരെന്താ, ക്രീം ബന്ന്, അതിന്റെ ഒരു എന്തോ പേര് പറയില്ല, സഫാരിയോ എന്താ, ആ ഒരു ഉള്ളിൽ തേങ്ങ ഇതൊക്കെ ഉള്ള ഉള്ളിൽ തേങ്ങയൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ട്, ഇങ്ങനത്തെ സാധനം അതൊക്കെ വാങ്ങുന്ന പറയും. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ. ക്രീം ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തിട്ട് ഞാൻ അടുക്കളയിൽ മറ്റേ മുരിങ്ങക്കായ് മുറിക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇവനുണ്ടാവും സോഫ മേടിച്ചിട്ട് ഇങ്ങനെ നക്കുന്നുണ്ടാവുക, ഇങ്ങനെ നക്കും. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസമാണ് ഈ സീനായിട്ട് ഷാജാൻ വീട്ടിൽ വരുന്നത്. ഇങ്ങനെ ക്രീം ഇത് നക്കിയോനില്ലേ, ഞാൻ അപ്പൊ കാണുമ്പോൾ എന്താ കാണുന്നതെന്ന് അറിയാം, ഷാജാൻ വന്ന് ഞാൻ എടാ ഇവര് വന്ന് താറക്ക മുമ്പിലുണ്ട്, അപ്പുറത്ത് കുറെ നോക്കുമ്പോൾ നീലക്കൂലെന്തോ എടുക്കുന്നുണ്ട്, ഏടാ വാറ ഇറങ്ങി വാടാന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെ വിളിച്ച്, ഞാൻ എന്തോ ബെഡുമ്പോൾ കിടക്കും എന്തോ ചെയ്യും, ഞാൻ അതിനെ വിളിച്ച്. എന്നിട്ട് ഞാൻ ഇവർ പുറത്ത് വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ റാംബോ ഇറങ്ങി വന്ന് എന്താ ഞാൻ പറഞ്ഞു ഇവർ പുറത്തുണ്ടാ ഷമീറെ ഒരു സിഗരറ്റ് എടുത്താ, ഷമീർ ഒരു സിഗരറ്റ് എടുത്താ. ഞാൻ വിചാരിച്ച് സീന് നടക്കാൻ പോവാണ് ഇവിടെ, എന്താ ഇനി കേരളം കത്തുന്ന സീൻ നടക്കാൻ പോവാ. ഷാജാൻ വെല്ലുവിളിച്ചിട്ട് ഇവിടെ വരികയാണ്, നമ്മളൊക്കെ മുന്നേലാ ഉള്ളത്. ഇവൻ എന്താ ചെയ്താൽ അറിയാം, സിഗരറ്റ് എടുത്തിട്ട് 2ാം നിലയിൽ പോയിട്ട് മമ്മൂൻ്റെ ഒരു ബാത്റൂം ഉണ്ട്. അതായത് മമ്മൂൻ്റെ ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ ആറോട്ടും കൂടി, അതായത് നമ്മുടെ വീടിൻ്റെ മുമ്പ് അവിടെ വരുന്ന ആൾക്കാരെ കാണാം. അവിടെ പോയിട്ട് ഞാൻ ബേക്കിലോട് ഞാൻ വെച്ച് മുകളിൽ പോയിട്ട് എന്തെങ്കിലും കമ്പി എന്തെങ്കിലും എടുക്കാൻ പോകുന്നു. നോക്കുമ്പോണ്ട് അവിടെ ഒരു ബക്കറ്റ് തിരിച്ചിട്ട് ഞാൻ വെച്ച് ഇനിയിപ്പോൾ ബക്കറ്റ് എടുത്ത് അടിക്കാൻ പോകണോ, ബക്കറ്റ് തിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് സിഗരറ്റ് വെച്ചിട്ട് ഞാൻ വെച്ചു എടാ റാംബോ എന്താ ചെയ്യണ്ടേ, എന്താ ചെയ്യുക? ഞാനത് നോക്കി എന്താ ചെയ്യുക എടാ. ഞാൻ പറഞ്ഞു എടാ അടി തോക്കെങ്കിലും ഇല്ല, അതെല്ലാം എടുത്തിട്ട് അത് അങ്ങനെ വെടി ഒന്നും വെക്കാനൊന്നും പറ്റൂല, അത് വെറുതെ ഇങ്ങനെ തൂക്കിയിട്ട് അടക്കാനേ പറ്റൂ. എടാ എന്തെങ്കിലും ചെയ്, ഇപ്പം ആരും അനങ്ങല്ല, ആരും മിണ്ടല്ല, ആരും അനങ്ങല്ല.
ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് പറയാ പിറ്റേ ദിവസം പോയിട്ട് നിയാദ് ഓ ഷാജാന് രാത്രി പറഞ്ഞ വീട് പൂട്ടിട്ടതിന് മുമ്പിൽ ആർക്കും വരാനാവും അതേതാണ് മറ്റേതാണ് എന്നിട്ട് പിന്നെ നമ്മളിവിടെ ഇല്ലാണ്ടായിപ്പോയി ഉണ്ടായി അങ്ങനെ കയറ്റി ഉണ്ടാക്കിയാനെ ഓനെ വാണം വിട്ടോലെ ആകാശത്തേക്ക് വിടേനും നമ്മളെന്തോ ജിമ്മിലായിപ്പോയി ഫ്ലാറ്റിലായിപ്പോയി. എടാ നിയാദിന് ഏത് ഫ്ലാറ്റടാ, ഏത് ഓർഗടാ, ഏത് ഫ്ലാറ്റ്, ഏത് ഓർഗ്? MRZ എന്ന് പറഞ്ഞൊരു ഓർഗില്ല. ഈഗിളും ടീമും കളിച്ച അവരെ പണ്ടത്തെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി MRZ എന്നുള്ളത്, അതിനെ പിടിച്ചിട്ട് MRZ ജാസി നിന്നിട്ട് ഈ ഫുണ്ടന്റെ എടാ ഈ പണ്ടാരം പിടിച്ച ഈ സാധനം നമുക്ക് ഇപ്പൊ കളയണം. അഷ്പാക്കെ MRZ കളഞ്ഞിട്ട് നമുക്ക് നല്ലൊരു പേര്, അത് നിങ്ങൾ ഈ ചാറ്റിൽ തന്നെ സജസ്റ്റ് ചെയ്യ്, ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ഇടാനുള്ള പേരുണ്ടാ നിങ്ങൾ പറയണം, നിങ്ങൾ പറ, ഇല്ലെങ്കിൽ നമ്മളെ ഇൻബോക്സിലും കമന്റ് ബോക്സിലും ചാറ്റിലും എല്ലാം ഒന്ന് പറ. എന്നിട്ട് നല്ലൊരു പേരുവാ നമ്മളെ എടാ നമ്മളെ വാടക ഗുണ്ടകളെ വെച്ചിട്ട് നമ്മളെ തീർക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അല്ലാണ്ട് മുത്ത ജീവനോടെ ഇവിടെ ഉണ്ടെങ്കിൽ ഇനി നാളെ നീ ഷമീറിന്റെ കള്ളം കുടിച്ച് ഡാൻസ് കളിക്കുന്ന വേണ്ടി സ്റ്റെപ്പ് മുക്കൂടി നടന്നു പോകുന്നേ ആ വീഡിയോ എടുത്ത് വിടും. പിന്നെ ഞാൻ ക്യാമറ എന്ന് വേണ്ടി കുറെ ആൾക്കാർ വന്നിട്ടുണ്ടാവും, എനിക്ക് ഫേക്ക് ചെയ്യാൻ വേണം. നിന്റെ അടുത്ത് എത്ര പൈസ ഉണ്ടാ, നീ ഇന്ന് എത്ര പൈസ ഇതിനെ ഇറക്കിയിട്ടുണ്ടാവും നമുക്കറിയാം. എത്ര പൈസ നിന്റെ എന്നിട്ട് നീ ഒരുത്തനെ നേരത്തെ വിട്ടിട്ട് ചെയ്ത പണി എന്താ? ഇവരെ മൈൻഡ് ആലോചിക്കണം. ഇന്നലെ അത്രയും പറഞ്ഞു നമുക്ക് അത്രത്തോളം നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്ന് എടാ സെറ്റിൽമെന്റിൽ നോക്കി എന്റെ അടുത്ത് 5 പൈസ അല്ല, ഇപ്പൊ എന്റെ കൈമൽ ഐഫോൺ ഞാൻ തരും, ബാക്കി എന്റെ വീടിന്റെ ആധാരം വെച്ചിട്ട് 2-3 ലക്ഷം റുപ്യ ഞാൻ തരും. സെറ്റിൽമെന്റിന് തയ്യാറായി മറ്റേ എന്തെങ്കിലും ഒരു എവിഡൻസ് വന്നു കഴിഞ്ഞാൽ ആദിലിനെ വെച്ചിട്ട് ആദിലും നീയും പണ്ണീന്ന് പറഞ്ഞിട്ട് നമ്മൾ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ. എടാ എന്തിനാടാ നിനക്ക് എങ്ങനെയൊക്കെടാ നിയാതെ ഈ ഓഡിയൻസിന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്? ഇവനക്കൊരു ഫ്ലാറ്റും ഇല്ല, ഇവനക്കൊരു ഓർഗും ഇല്ല. ഇനി പ്രൊമോഷന് വരുന്ന ആൾക്കാരെ നിങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരിക്കും ഇവന്. ഓർഗിന് ഇത്ര പൈസ കൊടുക്കണം. ഈ ജാസി ഒരിക്കൽ VR വെച്ചിട്ടൊരു പ്രൊമോഷൻ ഉണ്ട് കോഴിക്കോട്, എവിടെയാ നിങ്ങൾക്കറിയില്ല. ഇത് ജസ്റ്റ് നിങ്ങൾ വിശ്വസിച്ചോ, ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളാ, എവിഡൻസ് ഒന്നും പ്രോപ്പറായിട്ട് എന്നോട് ചോദിക്കരുത്. പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വസിക്കുക. പക്ഷെ നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഇനി ഈ രാത്രി ഇന്ന് ഞാൻ ചോറ് കഴിച്ചില്ലടാ, ഇവിടെ 2 നേരത്തെ ഫുഡ് എൻ്റെ ഭക്ഷണം അടുക്കളയിലുണ്ട്, ഞാൻ വെറും വയറായിട്ടുള്ളത്. കാരണം എന്താ അറിയാം, ഇത് പറഞ്ഞിട്ട് മതി ജാസിക്കിന് ചോറ് കഴിച്ചിട്ട് കിടന്നുറങ്ങില്ല. ഇനി നല്ല രീതിയിൽ കുളിച്ചിട്ട് ഞാൻ ഒന്ന് കിടന്നുറങ്ങും. മനസ്സമാധാനം, അത് മതി. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് നിങ്ങളോട് പറയാം. ഇവൻ്റെ മുഖം മൂടി കീറാന്ന് മാത്രമേ എനിക്കുള്ളൂ. മുഖം മൂടി കീറുന്ന അവൻ്റെ മുഖം പിടിച്ച് കീറൂല. എടാ ഇവൻ എല്ലാ ഇൻഫ്ലുവൻസറിനും ഈകളിലോട് ഇവനക്ക് ഹെയ്റ്റാണ്. കാസ്ട്രോനെ താത്തി എന്താ, കാസ്ട്രോന്റെ 1 ഡേ എന്ന് പറഞ്ഞിട്ട് ഫുണ്ട ഈ ചെയ്ത പരിപാടി എന്താ, 2 ലക്ഷത്തി സംതിങ്. കാസ്ട്രോയുടെ മാസം എന്ന് ഞാൻ പറയൂടാ, കാസ്ട്രോ പണിയെടുത്ത് ഫ്രഷ് വണ്ടി ബെൻസ് ഇറക്കിയിട്ടുണ്ടാ. 1 കോടിന്റെ മുകളിൽ പൈസന്റെ ബെൻസാണ് ഇല്ല BM ആ സാധനം ഇറക്കിയിട്ടുണ്ടാ. നിന്റെ മറ്റേ UP നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ബംഗാളിൽ നിന്നും കൊടുന്ന ഫോർച്യൂണർ 6 ലക്ഷത്തിന് കൊടുന്ന ഫോർച്യൂണറും 25 ലക്ഷത്തിന് കൊടുന്ന ഇന്ത്യയിൽ 2 പീസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈവീശിട്ട് ആളാകുന്ന സാധനങ്ങൾ 25 ആ BM എടാ മാസ് കേസ്ട്രോ ആണ്. ഈഗിളിന് 20-25 സ്റ്റിൽ വാച്ചിങ് കിക്കിൽ 18K കണ്ട് പൊട്ടിയിട്ട് നീ എന്തെല്ലാം പറഞ്ഞിടാ. അന്നേറ്റ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് റെക്കോർഡ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നീ എന്താ പറഞ്ഞ വാണ തൂങ്ങി മരിച്ചോന്നല്ലേ. കാര്യം പറയാം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. നമ്മൾ ഈ കേൾപ്പിച്ച ഓഡിയോസ് എല്ലാം സത്യമായിട്ട് അത് ഫേക്കാന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ ഈ പറഞ്ഞ പരിപാടി എല്ലാം ഇവൻ പറയാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഹനാൻ ഷാന്റെ വ്ളോഗും വെച്ചിട്ട് അവരെ കണ്ടുകൊണ്ട് സാമാനവും പിടിച്ചിടലാണ് ഇവന്റെ പരിപാടി. പിന്നെ ഇവന്റെ ഗേൾഫ്രണ്ടിന്റെ കുറച്ച് സാധനങ്ങൾ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതായത് എന്താ യൂസ് ചെയ്യാറ് കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതും ഞാൻ എൻ്റെ കയ്യിൽ വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ പറ്റാവുന്ന സാധനങ്ങളെ നമ്മൾ ഇതാക്കിയുള്ളൂ, ബാക്കിയുണ്ട്. ഇനി ഇവൻ എന്താണെന്ന് ഇത് വെളുപ്പിക്കുന്നത്, അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താന്ന് നമുക്ക് കള്ളും കഞ്ചാവും ഈ ഡ്രഗ്സും ഇവൻ തന്നിട്ട് നമ്മളെ കുറേ പരിപാടി ഇവൻ നമ്മളെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇതും കിട്ടി നമ്മൾ ഇതും അടിച്ചുകൊണ്ട് നമ്മൾ ഇവൻ്റെ കൂടെ അങ്ങ് നിന്ന് ഈ പറഞ്ഞ പോലെ പൈസ ഇതും നോക്കാണ്ട് നമ്മളെ വെച്ച് ഇവന് 10 ലക്ഷം റുപ്യ ഉണ്ടാക്കിയിട്ട് 1,50,000 റുപ്യ എന്തോ തന്നാൽ നമുക്ക് ഈ പെണ്ണും ഇതെല്ലാം തരാം. ഫെയിമുള്ളതുകൊണ്ട് പെണ്ണും ഇതെല്ലാം വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതും തന്ന് നമ്മളങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൽ ഇതാകണം തോന്നി, വർക്കിനോട് ഇഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുക്കാൻ തുടങ്ങി. ഞാൻ കിക്കിൽ ഡെയിലി ലൈവ് ചെയ്യുന്ന മുമ്പിൽ 5-6 മണിക്കൂർ ഞാൻ ലൈവ് ചെയ്യല്, മനസ്സിലായോ? GTA ഇതെല്ലാം ആയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ പ്രൂഫ് അവിടെ ഓൻ്റെ ഓഡിയോ അല്ലടാ കേൾപ്പിച്ചത്. ഹനാൻ ഷാനെ കുറിച്ചിട്ട് വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ടാവും, ഓൻ്റെ വോയിസാണ്. അത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഇട്ട് കേട്ടാൽ മനസ്സിലാവും. ഓൻ ഈ പറഞ്ഞ പോലെ
ഓന്റെ ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓൻ നല്ല നന്മ നല്ല ഇതെല്ലാം കളിക്കുന്നുണ്ടല്ലോ. ഓന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ അനാൻചാന്റെ വ്ളോഗ് കണ്ടിട്ട് അതിലെ കാണാൻ കൊള്ളാവുന്നതിന് പെമ്പിള്ളേരെ നോക്കിയിട്ട് ഈ വാണം വിടലും അവരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയലും റോട്ടുമലൂട്ട പോകുന്ന പെമ്പിള്ളേരെ ഇവന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വരുന്ന പെമ്പിള്ളേരെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഓളെ മൊല അങ്ങനെ ഓളെ ഇതിങ്ങനെ ചെറിയ 18 വയസ്സ് പോലും ആകാത്ത പെമ്പിള്ളേരെ കുറിച്ചിട്ട് ഇത് പറയുന്ന പ്രൂഫ് ഓഡിയോ അല്ലേ കേട്ടത് പ്രൂഫ്. ഇൻസ്റ്റാഡി വാങ്ങാൻ നോക്ക്. ഇൻസ്റ്റാഡി ഓനക്ക് പോകാൻ മടിയായിരിക്കൂലേ, നമ്മളയക്കും. എടാ ഞാനല്ലോ 2-3 പ്രാവശ്യം മാള് നേരത്തെ പോയി ഇതാക്കി, നമുക്കൊന്നും അധികം പോയിട്ട് പറയാൻ പറ്റൂല. എടാ അതുകൊണ്ട് വിശ്വസിക്കാൻ ഞാൻ ഒരു കാര്യം പറ്റേ 10 പേരെങ്കിൽ 10 പേര് ഗൈസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ ഓഡിയോ ഒന്നും കൂടി നിങ്ങൾ കേൾക്കുക. അനാൻ ചാനലിനെ കുറിച്ച് ഇവൻ പറയുന്ന കാര്യം ഞാൻ കേൾപ്പിച്ചു തന്നല്ലോ. അനാൻ ചാനലിനെ കുറിച്ച് ഇവൻ പറയും നമ്മളതിനെല്ലാവരും നമ്മളതിൽ ഇതുണ്ട്, മനസ്സിലായോ? നമ്മൾ വെറുതെ വന്ന് പറയുന്നില്ല. ഇവ ആളയച്ചതും ഈ പറഞ്ഞ പോലെ നെഗോസിയേഷൻ നമ്മൾ പറഞ്ഞതെന്നല്ല അവൻ പറഞ്ഞത്, നമ്മളല്ല പറഞ്ഞതെന്ന് പറഞ്ഞേ. ഇതാ ഇതിൽ ആരാ പറയുന്നത്? നമ്മളല്ലല്ലോ ഇതിൽ പറയുന്നത്. പറയുന്ന ആൾ ഓൻ തന്നെ അല്ലേ, നമ്മളല്ലല്ലോ അത് പറയുന്നത്. ഇതാ ഓനെ ആളയച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇന്നലെ ആ ഇത് ചെയ്ത് ഇന്നിങ്ങനെ